Good afternoon, students. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 6 ആണ് അവസാനമായി ഡീൽ ചെയ്തിരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട സമയവും കഴിഞ്ഞിട്ടുണ്ട്. ഡൗട്ട്സ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിച്ചു പോകുന്നുണ്ടെന്നാണ് ടീച്ചർ വിചാരിക്കണത്. കാരണം ഇനി നമുക്ക് വേറൊരു സമയമില്ല. എന്തായാലും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എന്നുള്ളത് കൃത്യമാണ്. സോ അതിപ്പോൾ ഇനി വേറെ നമുക്ക് മാറ്റി വയ്ക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഈ നോട്ട്സും ഈ ക്ലാസ്സുകളും കൃത്യമായി അറ്റൻഡ് ചെയ്യുക. മറക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യുക, നോട്ട്സ് എഴുതുക, പഠിച്ചു പോവുക. ഓക്കെ. ചാപ്റ്റർ 6 ഒരു ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നമ്മൾ ഇത്രയും നാൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നീങ്ങിയിരുന്നു അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക്, അതായത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തമ്മിലുള്ള ഒരു ബന്ധമാണ് ഒരു 3 ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ളത്. EM വേവ്സ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. EM വേവ്സിൻ്റെ ആദ്യം എന്താണ് EM വേവ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് EM വേവ്സ് വളരെ ഫെമിലിയർ ആണ്. എങ്ങനെയാണ് ഫെമിലിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചുറ്റും കാണുന്ന ഓരോ കാര്യങ്ങളിലും എന്തുണ്ട്, അതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കൊരു വസ്തുവിനെ കാണാൻ പറ്റുന്നു അല്ലേ. നമ്മുടെ കണ്ണ് തുറന്നാൽ നമുക്ക് എന്താണ്, ചുറ്റുമുള്ളതിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് EM വേവ്സ് കാരണമാണ്. വിസിബിൾ ലൈറ്റ് ആണ്. പിന്നെ നമുക്ക് എക്സ്റേ അല്ലേ. എക്സ്റേ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അവർ എക്സ്റേ റേസ് നമ്മുടെ ബോഡിക്ക് എമിറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്റേ എടുക്കുകയാണ് അല്ലേ. അതുപോലെ റിമോട്ട്, അവിടെയൊന്നും നമ്മൾ കോണ്ടാക്റ്റ് ഇല്ല. ബട്ട് സം വേവ്സ്, സം റേഡിയേഷൻസ് ആർ ടേക്കിംഗ് ഇൻ പ്ലേസ് അല്ലേ. ഇതാണ് ഒരുപാട് അപ്ലിക്കേഷൻസ് ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഫോൺസ് ആയിക്കോട്ടെ, വാട്ടെവർ, ഓവൻ അല്ലേ. ഓവനിൽ നമ്മൾ നേരെ ഗ്യാസ് ചൂടാക്കണ പോലെയല്ല അല്ലേ. അതിലെന്താണ്, മൈക്രോവേവ് വേവ്സ് ആണ് അവിടെ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചുറ്റുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുക. ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയൊരു ചാപ്റ്ററാണ്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ചാപ്റ്റർ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ കളയരുത്. കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വൃത്തിയായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് EM വേവ്സിലേക്ക് വന്നതെന്നുള്ള ചരിത്രമാണ് പറയുന്നത്. മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റ് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ. ആദ്യം ഇത്ര നാൾ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്, ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അത് ഏത് ലോയാണ്, ഫാരഡേ ലെൻസ് ലോ. അതിലാണ് നമ്മൾ അവസാനിച്ചത് അല്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെയെങ്കിൽ ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് വൈസ് വേഴ്സയും ചെയ്യാൻ പറ്റണം എന്നാണ് ആര് തർക്കിച്ചത്, മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റ് തർക്കിച്ചത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്, ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതുപോലെ തന്നെ ടൈം വേരിങ് കറണ്ടിനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ ആദ്യം അങ്ങനെ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്നു. അങ്ങനെ ആയിക്കൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാദം വന്നു. അപ്പോൾ അയാൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ അല്ലേ. എന്താ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ, ഇൻ്റഗ്രൽ B.dl = μ0I. അതിൽ അയാൾ എന്ത് കണ്ടെത്തി, ഒരു ഇൻകൺസിസ്റ്റൻസി, അതായത് അതിൽ എന്തോ ഒരു അപാകത കണ്ടെത്തി. അതെങ്ങനെയാണെന്നാണ് പറയണത്. നിങ്ങൾക്ക് താഴെ 3 ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ ഫിഗറിൽ കപ്പാസിറ്റർ ആണ്, ഒരു സർക്കുലർ പാത്ത് തന്നിട്ടുണ്ട്, P എന്ന പോയിന്റ്. ഈ കപ്പാസിറ്ററെ നമ്മൾ ചാർജ് ചെയ്യാണ് കേട്ടോ. കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്യാണ്, അതാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം അയാൾ എന്ത് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സ്വെൽ എന്ത് ചെയ്തു, ഈ ഒരു കപ്പാസിറ്ററിനെ എടുത്തിട്ടാണ് അയാൾ പറഞ്ഞത്, ഇതിലെന്തോ ഒരു തെറ്റുണ്ടെന്ന് പറഞ്ഞു. ആരുടെയിലെ, ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അയാൾ ഇതിലേക്ക് വരുന്നത്, നേരത്തെ പറഞ്ഞ പ്രൊപ്പോസലിലേക്ക് വരുന്നത്.
അപ്പോൾ അതിൽ ആദ്യത്തെ ഫിഗർ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, കണ്ടോ? നോക്കൂ, പി എന്ന പോയിന്റ് എടുത്തു അല്ലേ? പി എന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് ഫൈൻഡ് ചെയ്യണം. കപ്പാസിറ്റർ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സർക്യൂട്ടൽ അല്ലെങ്കിൽ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തു. അതാണ് ആ സർക്കുലർ പാത്ത്. അപ്പോൾ പി എന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഞാൻ കണ്ടെത്തുക? നോക്കൂ, എന്താ ഇക്വേഷൻ? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 I ആണ്. സോ എന്ത് സംഭവിച്ചു? നമുക്കറിയാം എങ്ങനെ വരും അത്. എങ്ങനെയാ വരിക? ഇൻ്റഗ്രൽ ആദ്യത്തെ ഫിഗർ ആവുമ്പോൾ ബി ഡോട്ട് ഡി എൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഇൻ്റഗ്രൽ ബീനെ പുറത്തെടുത്തു, ഡി എൽ ഈക്വൽ ടു മ്യൂ 0 I എന്നാണ് അല്ലേ? ശരിയല്ലേ? സർക്കുലർ പാത്ത് ആയതുകൊണ്ട് അതിൻ്റെ ഇത് ഇങ്ങനെ വരിക, ബി ഇൻറ്റു 2 πr ഈക്വൽ ടു മ്യൂ 0 I. ശരിയല്ല? അപ്പം അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? മ്യൂ 0 I ഡിവൈഡഡ് ബൈ 2πr. ക്ലിയർ അല്ലേ? അല്ലേ? ശരിയല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ്? there should be some sort of. അപ്പോൾ ആദ്യത്തേൽ അയാൾ പറഞ്ഞു ശരിയാണ്, ആംപിയർ സർക്യൂട്ട് ലോ പ്രകാരം അത് ശരിയാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് എടുത്തു. അപ്പോൾ ആംപിയർ സർക്യൂട്ട് ലോ പറഞ്ഞത് എന്താണ്? ഞാൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് എടുത്താലും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് പറഞ്ഞത്? ഇറ്റ് വിൽ ബി ദ സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാന്ന്? ഞാനിനി രണ്ടാമത്തെ ഫിഗർ എടുക്കുകയാണ്. ഈ രണ്ടാമത്തെ ഫിഗറിൽ നോക്കൂ, ആ ബ്ലൂ കളർ കണ്ടോ? അതായത് ബ്ലൂ കളർ നോക്കൂ, ബ്ലൂ കളർ ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, കണ്ടോ? ആ ബ്ലൂ കളറിൽ ആ സർഫസ് ആണ് ഗോസിയൻ സർഫസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? നോക്കൂ, ഇൻ്റഗ്രൽ പി എന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഞാനൊരു ഗോസിയൻ സർഫസ് എടുത്തു. ആ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കപ്പാസിറ്ററിൻ്റെ നടുവിൽ കൂടെ പോകുന്നത്, അതായത് ഒരു ലിഡ് പോലെ, ഒരു ലഞ്ച് ബോക്സിൻ്റെ ഓപ്പൺ ലിഡ് പോലെയാണ് സർഫസ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു എന്നാണ് പറയണത്? ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്തു എന്നാണ് പറയണത്? ഞാനൊരു സർഫസിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ സർഫസിലുള്ള ആംപിയർ സർക്യൂട്ട് ലോ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു മ്യൂ 0 I അല്ലേ? ഇവിടെ എന്ത് സർഫസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? സർക്കുലർ പാത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈക്വൽ ടു മ്യൂ 0 I ആണ്. നോക്കൂ, ഇത് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കറണ്ട് പോകുന്നുണ്ടാവോ? ഇല്ല അല്ലേ? കാരണം കറണ്ട് വിൽ ബി 0 ആണ്. കാരണം കറണ്ട് ഏതി കൂടെ പോകുന്നത്? I of t. കണ്ട, ആ സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് എന്താവുള്ളൂ? കറണ്ടിന് വാല്യൂ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ സെക്കൻഡിൽ എന്ത് വരും? ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു I എന്താണ്? 0 ആണ്. സോ 0. സോ മാഗ്നറ്റിക് ഫീൽഡ് എന്തായി മാറി? ഇവിടെ 0 ആയി മാറി. ക്ലിയർ ആവണ്ട? ഇപ്പം രണ്ടാമത്തെ ഫിഗറിൽ എന്ത് സംഭവിച്ചു? ഇതുപോലെ തന്നെ കറണ്ട് 0 ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്തായി? 0 ആയി. അപ്പോൾ തന്നെ എന്ത് വന്നു? ആംപിയർ സർക്യൂട്ട് ലോയിൽ ഒരു തെറ്റ് വന്നു അല്ലേ? ആംപിയർ സർക്യൂട്ട് ലോ പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിൻ്റെ അടുത്ത് ഏത് പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്താൽ, ഏത് സർഫസ് വെച്ചിട്ട് അതേ പോയിന്റിൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് എടുത്താൽ അതെന്താകുന്ന പറഞ്ഞത്? 0 അല്ല, സെയിം ആകുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്ത് വന്നു? ഡിഫറെൻ്റ് ആയി. ഇനി മൂന്നാമത്തെ കേസ് എടുത്തു. നോക്കൂ, മൂന്നാമത്തേൽ എവിടെയാണ് നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്തേക്കണേ? നോക്കൂ, കണ്ടോ? മൂന്നാമത്തേൽ എവിടെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തേക്കണേ? നോക്കൂ, ഉള്ളത്തെ പാർട്ടാണ് അല്ലേ? അപ്പോൾ ഉള്ളത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും കൺസിഡർ ചെയ്തു. അപ്പോഴും അവിടെ എന്ത് തന്നെയാണ്? കറണ്ട് I എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? മാഗ്നറ്റിക് ഫീൽഡ്, ഒരേ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് പല സർഫസുകൾ എടുക്കുമ്പോൾ, പല സർക്യൂട്ടുകൾ എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് ഫീൽഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അയാൾ പറഞ്ഞു എന്തുണ്ട്? ആംപിയർ സർക്യൂട്ട് ലോയിൽ എന്തോ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, അതായത് എന്തോ ഒരു ചെറിയൊരു സംതിങ് റോങ് ഉണ്ട് എന്ന് പറഞ്ഞു.
സോ അവിടെ നിന്നാണ് അയാൾ ഏതിലേക്ക് വരാൻ പോകുന്നത്? ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പം ആദ്യം ഇതിലാണ് ഒരു തെറ്റ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആയോ? അപ്പം ഈ ഒരു ഇൻകൺസിസ്റ്റൻസിയാണ് ആദ്യം അയാൾ ഫൈൻഡ് ചെയ്തത്. കണ്ടോ, ഇൻകൺസിസ്റ്റൻസി ഫൈൻഡ് ചെയ്ത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒരേ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരേ പോയിന്റ് പി എന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു നോക്കുക? ആദ്യത്തെ കേസിൽ μ0I/2πr കിട്ടി. രണ്ടാമത്തെ കേസിൽ കറണ്ട് 0 ആയതുകൊണ്ട് ബി 0 ആയി. മൂന്നാമത്തെ കേസിൽ എന്ത് സംഭവിച്ചു? ബി 0 ആയി. അപ്പം അയാൾ പറഞ്ഞു എന്ത് സംഭവിച്ചു? അങ്ങനെ ആംപിയർ സർക്യൂട്ട് ലോ തെറ്റാനൊന്നും വഴിയില്ല അല്ലേ? കാരണം ഒരു ലോ വന്നു കഴിഞ്ഞാൽ അത് ഫുൾ എന്തുണ്ടാവും? അതിന് അതിൻ്റെതായ വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ലോ തെറ്റിയതാവില്ല, പകരം വേറെ എന്തെങ്കിലും അവിടെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ എന്ത് നോക്കി? ഒന്നുകൂടിയും ഈ കപ്പാസിറ്ററിനെ ഒന്ന് നോക്കി. അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ വെച്ച് നോക്കി. കണ്ടോ രണ്ടാമത്തെ ഫിഗർ? അപ്പോൾ അയാൾ പറഞ്ഞു കറണ്ട് 0 ആവാൻ വഴിയില്ല, കാരണം കറണ്ട് 0 ആയതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയത്. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ട് 0 അല്ല, പകരം കപ്പാസിറ്ററിൽ ഒരു ഇലക്ട്രിക് ഈ പ്ലേറ്റുകൾ തമ്മിൽ, അതായത് കപ്പാസിറ്ററിലെ ചാർജിങ് ഉണ്ടാവും, ഡിസ്ചാർജിങ് ഉണ്ടാവും. അപ്പോൾ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, V is equal to ED, അതായത് E is equal to V/D എന്നുള്ളത്. ഇനി അതിന് കപ്പാസിറ്റൻസ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എന്താണ്? Q is equal to CV ആണ് അല്ലേ? സോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, Q/C into D. ഇനി C എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റൻസ് ആണ് അല്ലേ? കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? A/ε0/D. ഡിയും ഡിയും ക്യാൻസലായി ഈക്വൽ ടു Q/ε0. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? Q/A/ε0. മനസ്സിലായോ? നമ്മൾ ആദ്യം രണ്ടാമത്തെ കേസിൽ കറണ്ട് 0 എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ 0 ആവാൻ വഴിയില്ല, പകരം അവിടെ എന്ത് വേറെ മറ്റൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ടാണ് എന്ത്? Q/A/ε0 എന്ന് പറയുന്നത്. കണ്ടോ? നോക്കൂ, അവിടെ ഒരു Q/A/ε0 ഉണ്ടാവുന്നുണ്ടോ? സോ അങ്ങനെയെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Phi is equal to E into A ആണ് അല്ലേ? ഏതാണ് ഫ്ലക്സ്? Phi is equal to E dot ds പഠിച്ചിട്ടില്ലേ? ഗോസസ് ലോ. സോ Phi is equal to E into A ആണ്. E എനിക്ക് കിട്ടി Q/A/ε0 into A ആണ്. അതിൽ നിന്ന് Q/ε0. ഇനി നമുക്കറിയാം ചാർജ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതായത് കപ്പാസിറ്ററിലൂടെ കറണ്ട് പോവാന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, പിന്നെ ഡിസ്ചാർജ് ചെയ്യും, പിന്നെയും ചാർജ് ചെയ്യും, പിന്നെയും ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെയാണ് കപ്പാസിറ്റർ. അപ്പോൾ എന്തുണ്ട്? അവിടെ ഒരു കറണ്ടിന് ചേഞ്ച് വരുന്നുണ്ട്. സോ I is equal എന്ന് എഴുതാം, dQ/dt. Therefore phi is equal to Q/ε0 ആണ്. ഫൈന് ഞാൻ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് എന്ത് സംഭവിച്ചു? d∅/dt എന്ന് വന്നു. സോ 1/ε0 ഇൻറ്റു dQ/dt, അതായത് ഈ ഇക്വേഷൻ ആണ് കേട്ടോ. ഈ ഇക്വേഷൻ ആണ്. Phi is equal to Q/ε0. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, കാരണം കറണ്ട് വേരി ചെയ്യുന്നത് കൊണ്ട്. സോ 1/ε0 dQ/dt. ഇനി അതിൽ നിന്ന് എനിക്ക് എങ്ങനെ അറിയാം? dQ/dt അല്ലേ? അതാണ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന കറണ്ട്. dQ/dt എന്ന് പറയുന്നത് എന്താണ്? ε0 ഇൻറ്റു d∅/dt. അപ്പോൾ ഇത് തന്നെയാണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്റർ നമ്മൾ ആദ്യം വിചാരിച്ച കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നതാണ്? 0 ആണെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അതായത് സം സോർട്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിന് പറയുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ക്ലിയർ? ഇനി അപ്പോൾ അതുകൊണ്ട് മാക്സ്വെൽ എന്ത് ചെയ്തു? ആംപിയേഴ്സ് ലോനെ തിരുത്തി. കണ്ടോ? അപ്പോൾ രണ്ട് രീതിയിലുള്ള കറണ്ട് ഉണ്ട്. ഒന്നാമത്തെയാണ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ചാർജസ്, അതായത് ആ വയറിൽ കൂടെ കറണ്ട് കടത്തിയിട്ടപ്പോൾ ഉള്ളതാണ് കണ്ടക്ഷൻ കറണ്ട്. രണ്ടാമത്തേതാണ്
രണ്ടാമത്തതാണ് കറണ്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അതായത് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ സി പ്ലസ് ഐ ഡി ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആംപിയേഴ്സിലും എന്തായിരുന്നു? ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ സീറോ ഐ എന്നാണ് അല്ലേ. അപ്പോൾ ആ ഐക്ക് പകരം ഇവിടെ എന്ത് വന്നു? രണ്ട് കറണ്ട് വന്നു. കണ്ടോ? മ്യൂ സീറോ ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി. അപ്പോൾ ഐ ഡി എന്ന് പറയുന്നുണ്ട്, ഐ ഡിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഡെറിവേഷൻ സാധാരണ ചോദിക്കാറുണ്ട്, പഠിക്കണം കേട്ടോ. അപ്പോൾ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ക്ലിയർ ആയോ? അതാണ്, അങ്ങനെയാണ് എന്ത് മനസ്സിലായത്? ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു? മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ? ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. മാക്സ്വെൽ 4 ഇക്വേഷനുകൾ ഫോർമുലേറ്റ് ചെയ്തു. മാക്സ്വെൽ ഫോർമുലേറ്റ് ചെയ്തതല്ല, മാക്സ്വെൽസ് ഇക്വേഷൻ അറിയപ്പെടുന്നത്. ആദ്യത്തെയാണ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ, അത് ഗോസസ് ലോ. രണ്ടാമത്തത് ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. മൂന്നാമത്തെ നോക്കൂ, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി, ഫാരഡേ ലെൻസ് ലോ. ഇനി നാലാമത്തതാണ് ആംപിയേഴ്സ് മാക്സ്വെൽ ലോ എന്ന് പറയുന്നത്. അതായത് ആംപിയറിൻ്റെ ലോനെ ആര് തിരുത്തി? മാക്സ്വെൽ തിരുത്തി. കണ്ടോ? മ്യൂ സീറോ ഐ സി പ്ലസ് മ്യൂ സീറോ ഐ ഡി ആണ്. ഐ ഡിക്ക് അവർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. ഇനി എന്താണ് ഇ എം വേവ്സിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം? എവിടെ നിന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? ദി ആക്സിലറേറ്റഡ് ചാർജസ് റേഡിയേറ്റ് ഇ എം വേവ്സ്. അതായത് ചാർജുകൾ ആക്സിലറേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സാധാ ചാർജുകൾ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അവർ എന്ത് റേഡിയേറ്റ് ചെയ്യുന്ന പറയണത്? അപ്പോൾ റേഡിയേറ്റ് ചെയ്യുന്നതാണ് ഇ എം വേവ്സ്. നമുക്ക് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ? സോ റീജനറേഷൻ ഓഫ് ഇ ആൻഡ് ബി, അതായത് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. സോ അത് എന്ന് പറയുന്ന ആരെ പോലെയാണ്? ഇറ്റ് ഈസ് ലൈക്ക് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. Therefore, frequency of EM wave equal to frequency of oscillating particle. Clear ആയോ? ഇനിയാണ് ഹേർട്സ് എക്സ്പെരിമെൻറ്റ്. അത് സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇങ്ങനെയാണ് ഹിസ്റ്ററിക്ക് വരണത് കേട്ടോ. നമ്മൾ ഇ എം വേവ്സിൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററിക്ക് വരണത് ഇങ്ങനെയാണ്. ഇനി 1887 ഹേർട്സ് ഡെമോൺസ്ട്രേറ്റ് എങ്ങനെയാണ് ഇ എം വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യണതെന്ന് കാണാൻ വന്നു. അപ്പോൾ അതിന് വേണ്ടി അയാൾ എന്ത് ചെയ്തു? രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് എടുത്തു, എയും ബിയും. അവരെത്ര ദൂരത്തിൽ വെച്ചു? 60 സെൻറ്റിമീറ്ററിന്. ഇനി അവർ രണ്ടുപേരെയും എങ്ങനെ? രണ്ട് മെറ്റൽ സ്ഫിയേഴ്സിലേക്ക് കണക്ട് ചെയ്തു. അതാണ് S1ഉം S2 ബൈ മീൻസ് ഓഫ് തിക്ക് കോപ്പർ വയർസ്. ഇനി ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തു ഈ രണ്ട് സ്ഫിയറിൻ്റെ ഇടയിൽ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഈ സ്ഫിയറിൻ്റെ ഇടയിലുള്ള വായു ഉണ്ടാവും അല്ലേ, എയർ, അവരെന്ത് ചെയ്തു? അയണൈസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് എ സ്പാർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്. പെട്ടെന്ന് ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ആ സ്പാർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ആരെ വെച്ചേക്കുന്നത്? ഞാൻ ഡിറ്റക്ടറിനെ വെച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ അതായത് ചാർജിനെ ആക്സിലേറ്റ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? ഇ എം വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇനി അപ്പം അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്? ഇ എം വേവ്സിൻ്റെ പ്രൊഡക്ഷൻ മനസ്സിലായത്. ക്ലിയർ ആവുണ്ടോ? സോ ദ ഫ്രീക്വൻസി ഓഫ് ഇ എം വേവ് എഫ് ഇസ് ഈക്വൽ ടു 1/2 ബൈ റൂട്ട് എൽ സി. ഹേർട്സ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ഡിറ്റക്ടർ ഗ്യാപ്പ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾ. അതായത് ഈ ഡിറ്റക്ടറിനെ ഞാൻ വെച്ചേക്കുന്നത് റൈറ്റ് ആംഗിൾ, സോഴ്സിക്ക് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് വെക്കണമെങ്കിൽ. ഇതിപ്പോൾ പാരലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ഡിറ്റക്ടർ. ഇനി ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചെങ്കിൽ എന്തുണ്ട്? ഇ എം വേവ്സിന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പകരം അതിനെ പാരലായിട്ടാണ്, ഈ സോഴ്സുകൾക്ക് ഞാൻ പാരലായിട്ടാണ് വെക്കണമെങ്കിൽ ആണ് എനിക്ക് ഇ എം വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇ എം വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇ എം വേവ്സ് എന്ത് വേവാണ് നമ്മൾ പറഞ്ഞു? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. മനസ്സിലായോ? അതിനുശേഷം 7 കൊല്ലത്തിന് ശേഷം ഹേർട്സിൻ്റെ എക്സ്പെരിമെൻറ്റിനൊക്കെ ശേഷം ജെ.സി. ബോസ് എന്ത് ചെയ്തു? ഇ എം വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. അത് അധികം വേവ് ലെങ്ത് ഇല്ലാത്ത 5 millimeter to 25 അത്ര ചെറിയൊരു ഷോർട്ട് റേഞ്ച് വേവ്സിനെ ആര് പ്രൊഡ്യൂസ് ചെയ്തു? ജെ.സി. ബോസ്.
പിന്നീട് മാർക്കോണി എന്ത് ചെയ്തു, കുറച്ചുകൂടി ദൂരത്തിൽ, മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ റേഡിയോയിലൊക്കെ തന്നെയാണ് കേട്ടോ, ടെലികമ്മ്യൂണിക്കേഷൻസിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, EM വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നേച്ചർ ഓഫ് EM വേവ്സ് നോക്കിയേ, എങ്ങനെയാണ് EM വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അല്ലേ. ഇവിടെ നോക്കി, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണ്, Y ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ്, Z ഡയറക്ഷനിലാണ്. അതായത് അവർ പെർപെൻഡിക്കുലർ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് Eയും Bയും ട്രാവൽ ചെയ്യുക. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ക്ലിയർ ആവുണ്ടോ? ഇനി എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത? ആദ്യത്തെ നമ്മൾ പറഞ്ഞു, അവരെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ദേ ആർ പ്രൊഡ്യൂസ് ബൈ ആക്സിലറേറ്റഡ് ചാർജസ്. രണ്ടാമത്തെ എന്താണ്, ദേ റിക്വയർ നോ മീഡിയ, അവർക്ക് മീഡിയ ഒന്നും വേണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. അതാണ് ഇപ്പോൾ റേഡിയോൻ്റെ വേവ് ആണെങ്കിലും ടി വിയിൽ റിമോട്ട് ഞെക്കുമ്പോൾ ചാനൽ മാറുന്നതൊക്കെ എന്തെങ്കിലും ഉണ്ടോ, ഒരു മീഡിയ ഇല്ലാണ്ടാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് അവർ ഫ്രീ സ്പേസിൽ ട്രാവൽ ചെയ്യുന്നത്, 3 × 10⁸ അത്രയും വെലോസിറ്റിയിലാണ്. ഇനി EM വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ, അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഹേർട്സിൻ്റെ നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ വേരിയേഷൻ ഓഫ് മാക്സിമം ആൻഡ് മിനിമ ഇൻ E and B ഒക്കർ സൈമിൾട്ടേനിയസ്ലി. അതായത് ഇവിടെ നോക്കൂ, Eൻ്റെയും Bൻ്റെയും കണ്ടോ. അപ്പോൾ അതിൻ്റെ മിനിമ, ഇലക്ട്രിക് ഫീൽഡിലെ മിനിമ ആണെങ്കിലും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം ആണെങ്കിലും അല്ലെങ്കിൽ മിനിമ ആണെങ്കിലും അവർ ഒരുമിച്ചാണ് വേരി ചെയ്യുക. ഇനി എനർജി ഓഫ് EM വേവ് ഈസ് ഈക്വലി ഡിവൈഡഡ് ബിറ്റ്വീൻ ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ്. അപ്പോൾ അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ വേവിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ബീങ് ചാർജ്ലെസ്, അവർ ചാർജ് ഒന്നും ഇല്ല വേവുകൾക്ക്, അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഡിഫ്ലക്റ്റഡ് അല്ല. ഇനി ഏറ്റവും ലാസ്റ്റത്തെയാണ്, വെലോസിറ്റി ഓഫ് EM വേവ്സ് ഇൻ വാക്യൂം ഇസ് ഗിവൺ ബൈ C is equal to E/B. മനസ്സിലാവുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് സാധാരണ ചോദിക്കാറുണ്ട്, മിനിമം ഒരു 6 ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ, സാധാരണ ചോദിക്കാറുള്ളതാണ് 2 മാർക്കിന്. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ടീച്ചറെ പറയുക, നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.